ഹലോ, ഗുഡ് മോർണിംഗ്. ഗോഡ് ബ്ലെസ് യു. രാവിലെ തന്നെ നല്ല തണുപ്പും മഞ്ഞും കാറ്റും ഒക്കെയാണ്. ഇന്ന് കർക്കിടക മാസം ആയതുകൊണ്ട് പ്രത്യേക ഒരു കാലാവസ്ഥയാണ്. എങ്കിലും രസമുണ്ട്. നല്ലൊരു പ്രത്യേക അനുഭവമാണ് കർക്കിടക മാസത്തിൽ സുപ്രഭാതങ്ങൾ. ആർക്കും ഒന്നും വരാതെയും പ്രളയങ്ങളൊന്നും ഉണ്ടാകാതെയൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നൊരു ചെറിയ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നു. ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ്. പാരമ്പര്യമായിട്ട് എൻ്റെ 4 തലമുറകൾക്കും പിന്നിൽ ആയുർവേദ മരുന്നുകളിലെ ഒരു പുസ്തകത്തിൽ നിന്നും എൻ്റെ പിതാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ചില നാട്ടറിവുകളാണ്. അതുപോലെ അത് ശാസ്ത്രീയമല്ല, അനുഭവം കൊണ്ടാണ് നമ്മൾ ഈ പച്ചമരുന്നുകൾക്ക് പാരമ്പര്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ചില ഔഷധ സസ്യങ്ങളിലെ ഗുണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അതിൽ പ്രത്യേകമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കിഴുകാർനെല്ലി അല്ലെങ്കിൽ കീഴാർനെല്ലി അറിയപ്പെടുന്ന ഒരു സസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ മനുഷ്യർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധമാണ് കീഴാർനെല്ലി. ജലാംശങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് നന്നായിട്ട് വളർന്നിരിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ സസ്യമാണ് കീഴാർനെല്ലി. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 2 തരത്തിലുള്ള കീഴാർനെല്ലിയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്. ഈ കീഴാർനെല്ലിയാണ് നമ്മൾ മരുന്നിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ രുചി എന്ന് പറയുന്നത് നല്ല കയ്പ്പ് രസമാണ്. ഇത് ചുവടെ പറിച്ച് പച്ചവെള്ളത്തിൽ നന്നായിട്ട് അരച്ച് ഗുളികകളാക്കി പച്ചപ്പാലിൽ കുടിച്ചാൽ നമുക്ക് വയറ്റിലുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഒരു പ്രതിഫലം കാണും. കൂടാതെ ഇത് മൂത്രം കടച്ചിൽ സ്ത്രീകൾക്കാണ് വളരെ പ്രധാനപ്പെട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഒരു പെൻഷനറാണ്. അപ്പം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ പറമ്പിൽ ചെന്നിട്ട് തൊടിയിലൊക്കെ ധാരാളം ഈ കീഴാർനെല്ലി ഉണ്ടാവും. അത് പറിച്ച് അരച്ച് പാലിൽ കുടിച്ചാൽ പ്രായമുള്ള നമുക്കത് വളരെ പ്രയോജനമാണ്. മക്കളോടൊന്നും പറഞ്ഞ് എപ്പോഴും ശല്യം ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമ്മുടെ പല രോഗങ്ങളും ഭേദമാകും. പിന്നെ ഈ കീഴാർനെല്ലി പ്രധാനമായിട്ടും പച്ചപ്പാലിൽ തന്നെ അരച്ച് കുടിക്കണം. പല പകർച്ചവ്യാധികളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. പിന്നെ വളരെ നല്ല രീതിയിൽ പ്രയോജനം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് കീഴാർനെല്ലി, ചെമ്പരത്തിപ്പൂവ്, നീലയമരിയുടെ ഇല, ആര്യവേപ്പിൻ്റെ ഇല ഇതൊക്കെ തലയിൽ തേച്ചാൽ തലമുടിക്ക് നല്ല കരുത്തുണ്ടാകുന്നതാണ്. കൂടാതെ തലമുടി പൊഴിച്ചിൽ പോകും, കൊഴിയിൽ പോകും. പിന്നെ തലയിൽ വട്ടത്തിൽ മുടി പൊഴിയുന്നത് ആ സ്ഥലത്ത് ഇത് തേച്ച് കൊടുത്താൽ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കീഴാർനെല്ലിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുകയും ചെയ്യാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കീഴാർനെല്ലി, ആര്യവേപ്പിൻ്റെ ഇല, നീലയമരിയുടെ ഇല, പിന്നെ കുറ്റിപ്പാണലിൻ്റെ ഇല ഇതെല്ലാം പറിച്ച് വെന്ത വെള്ളത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പം ആ വെള്ളത്തിൽ തണുപ്പിച്ച് ആ വെള്ളത്തിൽ കുളിപ്പിക്കുകയും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആ വെള്ളം കൊണ്ട് ദേഹം ശരീരം തുടയ്ക്കുകയൊക്കെ ചെയ്താൽ പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ച് പരിചയിച്ച് നോക്കൂ. ഇതിൻ്റെ തലമുറകളായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങളാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചികിത്സ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ പെട്ടയാളാണ് ഞാനും. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ. അടുത്ത തവണ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഈ കാണിക്കുന്നത് കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരു സസ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ബൈ.